ഹലോ ബഡീസ്. ഞാനൊരു CMA ആസ്പിരൻ്റാണ്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും അതേപോലെ അതെങ്ങനെയാണ് ഞാൻ ഒരു റിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് ചെയ്യുന്നൊരു വീഡിയോ ആണ്. വോയിസ് ഓവറൊക്കെ കൊടുത്തു ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ് ഇതെൻ്റെ. ഒരു തുടക്കം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം അതായത് പ്രശ്നങ്ങളായി തന്നെ കാണുമായിരിക്കാം. എങ്കിൽ പോലും സദയം ക്ഷമിക്കുക. നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇപ്പോൾ ഒരു ക്ലീൻ ആക്കി ഫുള്ള് ആ ഡെസ്കിൽ ആ ഒരു മെസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ആയിട്ട് ഫുള്ളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും എനിക്കൊരു പുതിയ തുടക്കം എന്നുള്ള ഫീല് അകത്ത് തന്നെ തോന്നും. അതായത് അകത്തെന്ന് വെച്ചാൽ മനസ്സിനകത്ത് തന്നെ തോന്നും. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം. എനിക്ക് അങ്ങനെയാണ്. അപ്പം എനിക്ക് തന്നെ പുതിയതായിട്ട് അതായത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഞാൻ ഇനി ഓക്കെ ഞാൻ പഠിക്കാൻ പോവാണ് എന്നൊക്കെ എനിക്ക് അങ്ങനെ തന്നെ തോന്നുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. മൊത്തത്തിൽ ഒന്ന് അടുക്കി പറക്കി വെച്ച് ആ ബുക്സൊക്കെ ഇരിക്കുന്നതിൻ്റെ രീതിയൊക്കെ ഒന്ന് മാറ്റുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു ഞാനൊന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവും. ഒന്ന് പഠിക്കാനിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാവും. പഠിക്കാനിരിക്കുകയെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഇരിക്കുന്ന കാര്യമല്ല, കുറച്ച് നാളത്തേക്ക് അതായത് ഇനി പഠിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ വരും. അതൊരു സ്റ്റാർട്ടിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒന്ന് അടുക്കി പറക്കി ഫുള്ളൊക്കെ ഒന്ന് ഓക്കെ ആക്കി ബുക്സൊക്കെ കുറേ ബുക്സ് അങ്ങും ഇങ്ങും എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ തന്നെ ഇപ്പുറത്ത് തന്നെ വെച്ചിരുന്നതെല്ലാം ഞാൻ എൻ്റെ അടുത്ത് തന്നെ വെച്ച് ഇത്രയൊക്കെ എനിക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റാണ് എന്നൊക്കെ നമുക്ക് തോന്നണമല്ലോ. അങ്ങനെയൊക്കെ ഫുള്ള് എടുത്ത് വെച്ചിട്ട് ഇരിക്കാം, ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഫുള്ള് അതൊന്ന് അടുക്കി പറക്കി വയ്ക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഞാനിത് മുന്നേ ഒന്നും ചെയ്തിട്ടില്ല, ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത്. പഠിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു കാര്യമാവട്ടെ നമുക്ക് നാളെ മുതൽ അത് സ്റ്റാർട്ടിങ് ആണ് എന്ന് വിചാരിക്കുന്നതിന് പകരം നമുക്ക് ഇപ്പോൾ ഉള്ള സമയം ഇപ്പം തൊട്ടേ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റ് അത് സ്റ്റാർട്ടിങ് ആവുക. ഒരു ടൈം എത്തിയപ്പോൾ, അതായത് ഇപ്പോൾ എനിക്ക് അത് കറക്റ്റായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ റിവിഷൻ ബുക്ക്, അതിൻ്റെ റിവിഷൻ ബുക്കാണ്. അതെങ്ങനെയാണ് ഏത് സമയത്താണ് റിവിഷൻ എന്നുള്ള രീതിയിലാണ് എഴുതുന്ന ഒരു ബുക്കാണത്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ റിവിഷൻ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ആ ഒരു ബുക്ക് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ റിവിഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് നോക്കിക്കാണാൻ ഞാൻ കുറച്ച് ഡേയ്സ്, അതായത് ഫോർമാറ്റ് പോലെ കുറച്ച് ഡേയ്സ് അങ്ങനെ വെച്ചിട്ട് ഇത്ര ഡേയ്സ് കൂടുമ്പോഴാണ് ഞാനത് റിവിഷൻ ചെയ്യാമെന്ന് വെച്ചിട്ടുള്ളത്. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഇത്രയും ഭയങ്കര ഇതായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷനാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പ്രശ്നങ്ങൾ. എൻ്റെ പ്രത്യേകിച്ചും ഒരു പ്രൊഫഷണൽ കോഴ്സ് ഇതേപോലെ നമ്മൾക്കിപ്പോൾ എന്താണ് ഒരു 6 മാസം കൂടുമ്പോൾ എക്സാം, അതായത് 6 മന്ത് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇത്രയും പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസ് വാസ്റ്റാണ്. അപ്പോൾ അത്രയും വാസ്റ്റ് സിലബസ് നമുക്ക് കവർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് നമുക്ക് ഓർമ്മ നിൽക്കണം എന്നില്ല. ആ ഒരു സമയത്ത് റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്ത് എനിക്ക് എന്താ പറയുക, ഒരു 3 ടൈം റിവിഷനൊന്നും എനിക്ക് ഇനഫല്ല. കുറച്ചും കൂടി എനിക്ക് വേണം. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും കേട്ടോ. എനിക്ക് കുറച്ചും കൂടി റിവിഷൻസ് വേണം. അതുകൊണ്ട് ഞാൻ റിവിഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു എക്സാം ഹോളിലേക്ക് ചെന്നിരുന്നിട്ട് എനിക്ക് പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയാൻ പറ്റാത്ത ഒരു ലെവലിൽ നിന്ന് ആദ്യം കാണുമ്പോൾ തന്നെ ഇതാണ് കാര്യം എന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ തുടങ്ങണം എന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഹെൽപ്പ് എന്തായാലും വേണം. എങ്ങനെ തുടങ്ങാം, മൊത്തത്തിൽ ഒരു പുതിയ സ്റ്റാർട്ടിങ് പോലെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അമ്മ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അത് ജനുവരി 1 തൊട്ട് എന്നുള്ളത് മാറ്റി ഞാൻ ഡിസംബർ തൊട്ടേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ തുടക്കമെങ്കിലും വെക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ ഡിസംബർ തൊട്ടേ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് ബിസി ആയി പോയതുകൊണ്ട് തന്നെ ജനുവരി തൊട്ടാണ് എനിക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എനിക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. അതും ജനുവരി 5 കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്താണ് എനിക്ക് നോക്കാൻ പറ്റുന്നതായിട്ട് വരുള്ളൂ. പക്ഷേ ഒരു ഡിസംബർ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഉൾപ്പെടുത്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിനടുത്ത ഫസ്റ്റ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. സത്യത്തിൽ ഇത് ഞാൻ ഡിസംബറിൽ ചെയ്ത വീഡിയോ ആണ്, അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ കേട്ടോ. അന്ന് ഞാൻ ഫസ്റ്റ് എടുത്ത സബ്ജക്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് മെയിനായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് അതായത് CMA പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ CA പഠിക്കുന്നവർക്കാണെങ്കിൽ അറിയാം, അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ്. നമുക്ക് ഇക്വേഷൻസ് മെമ്മറൈസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മുടെ ഹാഫ് ഓഫ് ദി പ്രോബ്ലം അവിടെ സോൾവായി. കാരണം
ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഇക്വേഷൻ ബേസ് ചെയ്തായിരിക്കും കൂടുതൽ. നമുക്ക് ആ ലോജിക്ക് പിടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടെല്ലാം ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ മതി. ലോജിക്ക് പിടി കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഹെൽപ്പ് വേണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ തെളിയേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പാത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഞാൻ ഈ പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കേസാണ് കേട്ടോ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അങ്ങനെ ചെയ്ത് പഠിച്ചവർക്കറിയാം അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പണ്ട് തൊട്ടേ ഇക്വേഷൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബുക്ക് അതിന് വേണ്ടി എടുക്കാറുണ്ടായിരുന്നു, ഇക്വേഷൻസ് എഴുതാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ എന്നിൽ എന്താണ് പറയുന്നത്, ഒരു അപ്ലൈ ചെയ്തിട്ട് അതെനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ടെക്നിക്സാണ് ഞാൻ ഇപ്പോൾ അത് പിന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ഇതൊക്കെ മുമ്പേ, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ നോക്കിയിട്ട് ഓക്കെയാണ് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. ഈ ഇക്വേഷൻസിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴും അന്നും ഇന്നും അത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ റിവിഷൻ അത് ഞാൻ ഈ കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ അങ്ങ് റിവിഷൻ ചെയ്യാറില്ല. എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിവിഷൻ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ടൊരു വേയിൽ തന്നെ എനിക്ക് റിവിഷൻ ചെയ്യണം എന്ന് തോന്നി, എന്നാൽ മാത്രമേ ഞാൻ ബെറ്റർ ആവുള്ളൂ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറേ കൂടെ, അതായത് ക്ലാസ്സിലൊക്കെ സ്കൂൾ ടൈമിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ ഒരു റിവിഷൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ട്രാറ്റജി തപ്പിപ്പറക്കി പിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനിപ്പോൾ പിന്നെ അപ്ലൈ ചെയ്ത് നമുക്കിപ്പോൾ ഒരു സ്ട്രാറ്റജി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതായിട്ട് മുമ്പോട്ട് വന്നതായിരിക്കുമല്ലോ ബെറ്റർ. അപ്പോൾ ഇതെനിക്ക് ഓക്കെ ആണെന്നതുകൊണ്ട് ഞാൻ ഇത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തന്നെ നോക്കുകയാണ്. പക്ഷേ എനിക്ക് റിവിഷൻ ചെയ്യാൻ നല്ല മടിയാണ് കേട്ടോ, ഭയങ്കര മടിയാണ്. ഓരോരുത്തർക്കും ഓരോ കാര്യത്തിനും മടിയാണല്ലോ. എനിക്ക് റിവിഷൻ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സമയം എനിക്ക് സ്പെൻഡ് ചെയ്ത് അതുമായിട്ട് നോക്കിയാണ്. എൻ്റെ മെയിൻ പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വളരെ കുറച്ച് നേരം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. കുറേ കാര്യങ്ങൾ, കുറേ ഇക്വേഷൻസൊക്കെ ഒന്ന് എഴുതി വെച്ച് അതുമായിട്ടൊക്കെ ഒന്ന് ഓക്കെ ആയി. അങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് മണിക്കൂറുകൾ ഒരുപാട് കൂട്ടേണ്ടിയിരിക്കുന്നു. ഒരുപാട് മണിക്കൂർ ഇരിക്കുന്നതിനെക്കാട്ടിലും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോർഷൻസ് കവറാവുന്നതിനെ പറ്റിയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും, ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്മാർട്ട് വർക്ക് തന്നെയാണ് ഏതൊരു സ്റ്റുഡൻറ്റിനും വേണ്ടുന്നത്, പക്ഷേ എസ്പെഷ്യലി പ്രൊഫഷണൽ കോഴ്സിൽ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാർഡ് വർക്ക് കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ ഇരിക്കാൻ ഞാൻ ഓക്കെയാണ്. പക്ഷേ ആ സമയത്ത് എൻ്റെ പോർഷൻസ് തീരുന്നത് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഇതും കൂടെ എനിക്ക് പരിഹരിക്കണം എന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു സിലബസ് ഇത്രയും വാസ്റ്റായി കിടക്കുമ്പോൾ നമുക്ക് അത് തീർക്കാനായിട്ട് ഇത്ര സമയം കൊണ്ട് ഇത്ര തീർക്കുക എന്നുള്ള കാര്യം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഇക്വേഷൻസ് എഴുതുന്നത്. ഇക്വേഷൻസ് ഇങ്ങനെയാണ് ഞാൻ എഴുതി വെക്കുന്നത്. ഇങ്ങനെ എഴുതി വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈനൊക്കെ കൊടുത്തിടുന്നുണ്ട്. കാരണം ഞാൻ ഇക്വേഷൻസ് എനിക്ക് അത്രയും വൃത്തിയായിട്ട് കാണണം. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇക്വേഷൻസ് ഞാൻ പിന്നെയും അത് എടുക്കണം എന്ന് എനിക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ഇത്രയും വൃത്തി വേണം. നോട്ടൊക്കെ വലിയ കുഴപ്പമില്ല, ഇത്ര വൃത്തിക്കൊന്നും എഴുതാറില്ല കേട്ടോ. പക്ഷേ ഇക്വേഷൻസ് ഇത്ര വൃത്തി എന്ന് ഉദ്ദേശിച്ച് കുറച്ച് അണ്ടർലൈനൊക്കെ ഇട്ട് കണ്ടില്ലേ, ഓരോ ഇക്വേഷൻസ് ചെയ്യുമ്പോഴും ഞാൻ ഒരു റെഡ് ലൈൻ വെച്ചൊക്കെ ചിലപ്പോൾ മാത്രമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വൃത്തിയിലാണ് ഞാൻ എഴുതിയാൽ മാത്രമേ എനിക്ക് പിന്നെ ഇക്വേഷൻസ് എടുത്ത് നോക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻസ് അവിടെ എൻഡ് ചെയ്യും, ആ അത്രേ ഉള്ളൊരു ഇക്വേഷൻ എന്നെനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ സ്മാർട്ട് വർക്ക് ചെയ്യണം എന്ന് ഇനി എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഒരു 1 hour വെച്ചിട്ട് ആ 1 hourൽ നമുക്ക് എത്ര പോർഷൻസ് തീർക്കാൻ പറ്റിയിട്ടുണ്ട്, ഇത്ര പോർഷൻസ് തീർക്കണം എന്ന് പറഞ്ഞിരുന്നിട്ട് അതിനകത്ത് എത്ര പോർഷൻസ് കവർ ആയിട്ടുണ്ടെന്ന് നോക്കുക. ഇനി കവർ ആകാത്തത് 1 hour കഴിയുമ്പോൾ എത്ര പോർഷൻസ് കവറായി, എത്ര പോർഷൻസ് വരെ കവറായി, പക്ഷേ ബാക്കി എത്ര കവർ ആവാനുണ്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സിലാവും, ഇത്ര ഒരു മണിക്കൂർ കൊണ്ട് ഇത്രേ പോർഷൻസേ കവറായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്രേ പോർഷൻസ് കവറായി. നമുക്കവിടെ നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു സ്മാർട്ട് സ്റ്റഡി കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് എനിക്കുണ്ട്. നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ട് നമ്മളിപ്പം അവിടെ ചെന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ ഞാൻ എത്ര മണിക്കൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അതിനകത്ത് എത്രത്തോളം കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതെങ്ങനെ പേപ്പറിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അത് മാത്രമല്ല അവരവിടെ കാണുള്ളൂ. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ മണിക്കൂറുകൾ കൂട്ടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മണിക്കൂറുകൾ കൂട്ടുന്നതിനോടൊപ്പം എനിക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, പോർഷൻസ് കവറാവണം. മണിക്കൂറുകൾ ഇരിക്കുന്നത് ബുദ്ധിമുട്ടല്ലെന്നല്ല, എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് ഇരിക്കാം. പക്ഷേ അവിടെ പോർഷൻസ് കവർ ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു, അതെനിക്കൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്കും ഓരോരുത്തർക്കും
ഓരോ രീതിയിലായിരിക്കും പ്രശ്നങ്ങൾ. ചിലർക്ക് ഇത്ര മണിക്കൂറേ ഇരിക്കാനേ പറ്റില്ല, അങ്ങനെയുള്ളവരുണ്ടാവാം. എനിക്ക് മണിക്കൂറുകൾ ഇരിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു ദിവസം വേണമെങ്കിൽ ഞാൻ ബ്രേക്ക് എടുക്കുമായിരുന്നു. പക്ഷേ പിന്നെ അതിൽ നിന്ന് പയ്യെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ അതുപോലും പോരാ എന്ന് റിയലൈസ് ചെയ്തു ഞാൻ. എനിക്ക് അത് തോന്നി തുടങ്ങി, അത്രയൊന്നും പോരാ, ഞാൻ ഈ ചെയ്യുന്നതൊരു എഫേർട്ടല്ല, മറിച്ച് കുറേ കൂടെ ചെയ്യാനുണ്ട്. അത് ഒരു ഇതേപോലൊരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നുള്ള ആൾക്കാർ എത്ര പേര് CA ഉണ്ട് CMA ഉണ്ടെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എനിക്കറിയാനായിട്ട് പറ്റും കേട്ടോ. അതൊക്കെ എന്താണ് ഞാൻ ചെയ്യുന്നത്, ആരാണ് കാണുന്നത്, CA ആണോ CMA ആണോ, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ, അതായത് വേറെ കോഴ്സസ് ചെയ്യുന്നവരാണോ. വേറെ കോഴ്സസ് ചെയ്യുന്നവരാണെങ്കിലും ഞാൻ ഈ പറയുന്ന റിവിഷൻ അല്ലെങ്കിൽ ആ ഒരു പഠിക്കുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ ആ മെത്തേഡ്സ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് കേട്ടിട്ടുള്ള എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേനും അതിപ്പം ഏത് കോഴ്സ് ചെയ്യുന്നവർക്കായാലും എന്ത് പഠിക്കുന്നവർക്കായാലും അത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ CMA ആയതുകൊണ്ട് CA അല്ലെങ്കിൽ CMA എന്ന് പറയുന്നു മാത്രം. അപ്പോൾ ഞാൻ കൊണ്ടുവരുന്ന ആ ഒരു ചേഞ്ചസ് ഇത്രയൊക്കെയാണ്. ഇനി കൂടുതൽ എപ്പോഴാണ് നമുക്ക് ഓരോ ഘട്ടമായിട്ട് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്, ആ സമയത്തായിരിക്കും പിന്നെയും നമുക്ക് അടുത്തത് പുതുതായിട്ട് തന്നെ വെക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു January 5th കഴിഞ്ഞായിരിക്കും ഫുള്ളി എനിക്ക് അത്രയും അതായത് എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്ന മാക്സിമം മണിക്കൂറിരുന്ന് പഠിച്ച് ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആയാലും ഒക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുവരെ എനിക്ക് കുറച്ച് ലാഗ് ഉണ്ട്. അതുകൊണ്ട് ആ സമയം തൊട്ടായിരിക്കും കറക്റ്റായിട്ട് എനിക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നതനുസരിച്ച് ഞാൻ ഇതിലും കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തൊട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന സമയം കൂടാണ് കേട്ടോ. ഇപ്പം നമ്മളൊരു റെസൊല്യൂഷനൊക്കെ ഇരിക്കുന്നൊരു ടൈമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആവാൻ പറ്റിയ ടൈമും കൂടിയാണ്. ഒന്നാമത്തെ കാര്യം, ചിലർ ന്യൂ ഇയറിന് അങ്ങനെ തീരുമാനിക്കുന്നവരുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇന്ന് വരെ അങ്ങനെ വലിയ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഈ വട്ടം ഞാൻ പറഞ്ഞില്ല, December തൊട്ടേ ഞാനത് ഏകദേശം ഞാൻ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. പിന്നെ 2025 കുറേ അധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം ഞാനെന്ന് പറയുന്ന വ്യക്തി എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതിന് പറ്റിയ സമയമാണ്. മെൻ്റലി നിങ്ങൾക്ക് അതുമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ടൈമും കൂടിയാണ്. അപ്പോൾ നിങ്ങളും കൂടി അതിൻ്റെ കൂടെ അങ്ങനെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഫോൾട്ട് പഠിക്കുന്ന രീതിയിൽ, ഏത് കോഴ്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാനായിട്ടുള്ള സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആകാൻ പറ്റുന്ന രീതി എത്രത്തോളം ആണ് അതിൻ്റെ മാക്സിമം തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാമല്ലോ എവിടം വരെ എത്തുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് നമ്മളായിട്ട് തന്നെ കൊണ്ടുവരുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ പേഴ്സണലി ഉണ്ടാവുള്ളൂ. നമ്മളുടെ റൊട്ടീൻസിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ പയ്യെ എക്സിക്യൂട്ട് ചെയ്യുക. ഒറ്റയ്ക്ക് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഓരോ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും പയ്യെ മാത്രമല്ലേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ റോബോട്ടൊന്നും അല്ലല്ലോ, മനുഷ്യരായി പോയില്ലേ. അപ്പോൾ പയ്യെ നമുക്ക് ഓരോന്നായിട്ട് കൊണ്ടുവന്ന് പയ്യെ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് കൊച്ചു ചേഞ്ചസ് കൊണ്ടുവന്ന് നമുക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. പയ്യെ ഓരോരോ വീഡിയോസ് ഇടണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലാനിങ് എങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളെങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് സക്സസ് ഓർ എന്താവട്ടെ, ഫെയിലിയർ എന്താവട്ടെ, നമ്മളതിൻ്റെ മാക്സിമം ഇടുന്നുണ്ടോ എന്നും കൂടെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ വട്ടം മാക്സിമം ഇടണം എന്ന് തന്നെ വിചാരിച്ചിട്ട് ചെയ്യണം. ആ ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ് ഞാൻ ഇവിടെയും സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എടുത്തതാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് എന്തൊക്കെയാണ് ഞാൻ ഇനി കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് തന്നെ നമുക്ക് നോക്കാം. എന്നെ ഈ വീഡിയോ ചൂസ് ചെയ്തതിനും ഇത്രയും നേരം എന്നെ കേട്ടതിനും വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്തൊരു വീഡിയോ അതിപ്പോൾ എന്താവട്ടെ എനിക്കറിയില്ല, നിങ്ങളത് ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടു എന്നേ ഉള്ളൂ. അതിനി എൻ്റെ ഓരോ കാര്യങ്ങൾ
എങ്ങനെയായിരിക്കും അത് ആ രീതിയിൽ തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചേഞ്ചസ് കൊണ്ടുവരുന്നതോടൊപ്പം നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ചേഞ്ചസ് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ ജസ്റ്റ് ഒരു സപ്പോർട്ട് മതി. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ മാത്രമല്ല എനിക്കിത് ചെയ്യുന്നതോടൊപ്പം എനിക്ക് എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും ഞാനിതൊക്കെ ചെയ്യണമല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, ഒരു എന്തോ ഒരു ഇത് കിടക്കും. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ എന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്യാനും പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ ആൻഡ് ടേക്ക് കെയർ.